മൊഡ്യൂൾ 3യിൽ നിന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ ദി പ്രൊസീജിയർ ഫോർ കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ബൈ BIS മെത്തേഡ്. ഡിസംബർ 2018 8 മാർക്കിനും മെയ് 2019 15 മാർക്കിനും ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ BIS മെത്തേഡ് എന്ന് പറയുന്നത് മിക്സ് ഡിസൈൻ മെത്തേഡിൽ വരുന്ന ഒരു ടൈപ്പാണ് BIS മെത്തേഡ്. അതിൻ്റെ പ്രൊസീജിയറിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് ഡേറ്റ. നമ്മൾ ACI മെത്തേഡ് ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു, ഫസ്റ്റ് സ്റ്റെപ്പ് കളക്ഷൻ ഓഫ് ഡേറ്റ ആണ്. ദ ഡേറ്റ റിക്വയർഡ് ഫോർ മിക്സ് പ്രൊപ്പോർഷനിങ് സച്ച് ആസ് കോൺക്രീറ്റ് ഗ്രേഡ്, ടൈപ്പ് ഓഫ് സിമൻറ്റ്, അഗ്രിഗേറ്റ്, മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് സിമൻറ്റ് ആൻഡ് അഗ്രിഗേറ്റ് എക്സെട്ര ഷോൾ ബി കളക്റ്റഡ്. അപ്പോൾ കളക്ഷൻ ഓഫ് ഡേറ്റയിൽ നമ്മൾ കളക്ട് ചെയ്യേണ്ട ഡേറ്റ എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ ഗ്രേഡ്, ടൈപ്പ് ഓഫ് സിമൻറ്റ്, അഗ്രിഗേറ്റ്, മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ്, സിമൻറ്റിൻ്റെയും അഗ്രിഗേറ്റിൻ്റെയും പ്രോപ്പർട്ടി, ഇതൊക്കെയാണ് കളക്ട് ചെയ്യേണ്ട ഡേറ്റ. ഇനി സെക്കൻഡ് സ്റ്റെപ്പും ACI മെത്തേഡിന് സിമിലർ ആണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മീൻ ടാർഗറ്റ് സ്ട്രെങ്ത് ആണ്. അത് ഡിനോട്ട് ചെയ്യുന്നത് FT വെച്ചിട്ടാണ്. FT = FCK + T × S, whereas FCK is the characteristic compressive strength, T tolerance factor, S എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതെല്ലാം അവിടെ ഉള്ളതിൻ്റെ സെയിം സ്റ്റെപ്സ് ആണ്. ഇനി ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് അനുസരിച്ച് ഓരോ കോൺക്രീറ്റ് ഗ്രേഡിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉള്ള ഒരു ടേബിളാണ് കാണിച്ചിരിക്കുന്നത്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് വാട്ടർ സിമൻറ്റ് റേഷ്യോ. വാട്ടർ സിമൻറ്റ് റേഷ്യോ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ഡേറ്റ, അതായത് രണ്ട് വാട്ടർ സിമൻറ്റ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ മിനിമം വാല്യൂ ആണ് നമ്മൾ വാട്ടർ സിമൻറ്റ് റേഷ്യോ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടെണ്ണത്തിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദ വാട്ടർ സിമൻറ്റ് റേഷ്യോ കറസ്പോണ്ടിങ് ടു ദ ടാർഗറ്റ് മീൻ സ്ട്രെങ്ത്. നമ്മൾ മുന്നേ, അതായത് സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച ടാർഗറ്റ് മീൻ സ്ട്രെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ സിമൻറ്റ് റേഷ്യോ കണ്ടുപിടിക്കണം. അടുത്തതായി കണ്ടുപിടിക്കേണ്ടത് ദ വാട്ടർ സിമൻറ്റ് റേഷ്യോ ഫോർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഡ്യൂറബിലിറ്റി. ഡ്യൂറബിലിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും വാട്ടർ സിമൻറ്റ് റേഷ്യോ കണ്ടുപിടിക്കണം. ഇതിലെ ലോവർ വാല്യൂ ആണ് നമ്മൾ വാട്ടർ സിമൻറ്റ് റേഷ്യോ ആയി ചൂസ് ചെയ്യേണ്ടത്. ഈ കാണുന്ന ഗ്രാഫിൽ കംപ്രസീവ് സ്ട്രെങ്തും വാട്ടർ സിമൻറ്റ് റേഷ്യോയും വെച്ച് വാട്ടർ സിമൻറ്റ് റേഷ്യോ കണ്ടുപിടിക്കുന്ന ഗ്രാഫാണിത്. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ് എൻട്രാപ്ഡ് എയർ. എസ്റ്റിമേറ്റ് ദി എമൗണ്ട് ഓഫ് എൻട്രാപ്ഡ് എയർ ഫോർ മാക്സിമം നോമിനൽ സൈസ് ഓഫ് അഗ്രിഗേറ്റ്. അപ്പോൾ എൻട്രാപ്ഡ് എയർ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അഗ്രിഗേറ്റ് സൈസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഈ കാണുന്ന ടേബിളിൽ അഗ്രിഗേറ്റ് സൈസും അതിൻ്റെ കറസ്പോണ്ടിങ് എൻട്രാപ്ഡ് എയറും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ട് ദി വാട്ടർ കണ്ടൻറ്റ്. സെലക്ട് ദി വാട്ടർ കണ്ടൻറ്റ് ഫോർ ദി റിക്വയർഡ് വർക്കബിലിറ്റി ആൻഡ് മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ്. അപ്പോൾ നമുക്ക് വേണ്ട വർക്കബിലിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വാട്ടർ കണ്ടൻറ്റ് ചൂസ് ചെയ്യണം. അതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. ഇനി ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദ പെർസെൻറ്റേജ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്. ഫൈൻ അഗ്രിഗേറ്റിൻ്റെ പെർസെൻറ്റേജ് ചൂസ് ചെയ്യണം. Determine the percentage of fine aggregate in total aggregate by absolute volume from table for the concrete using crushed coarse aggregate. ഇനി അടുത്ത് ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ദി വാല്യൂസ് ഓഫ് വാട്ടർ കണ്ടൻറ്റ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് സാൻഡ്. വാട്ടർ കണ്ടൻറ്റിൻ്റെയും പെർസെൻറ്റേജ് ഓഫ് സാൻഡിൻ്റെയും വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. It is provided in the table for any difference in workability, water cement ratio, grading of fine aggregate and for rounded aggregate the values are given in table 44. അപ്പോൾ ടേബിളിൽ തന്നിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വാട്ടർ കണ്ടൻറ്റിൻ്റെയും സാൻഡിൻ്റെ പെർസെൻറ്റേജിൻ്റെയും വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാണ് സെവൻത് സ്റ്റെപ്പ്. ഇനി എട്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് സിമൻറ്റ് കണ്ടൻറ്റ്. Calculate the cement content from water cement ratio and the final water content as arrived after adjustment. അപ്പോൾ നമ്മൾ അടുത്ത എട്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് സിമൻറ്റ് കണ്ടൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം.
സിമൻറ്റ് കണ്ടൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച വാട്ടർ സിമൻറ്റ് റേഷ്യോയിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടും വേണം. അതുപോലെ ഫൈനൽ വാട്ടർ കണ്ടൻറ്റ് ആസ് അറൈവ്ഡ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മൾ 7ാമത്തെ സ്റ്റെപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത വാട്ടർ കണ്ടൻറ്റ് ഇല്ലേ, ആ വാട്ടർ കണ്ടൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും നമ്മൾ സിമൻറ്റ് കണ്ടൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഈ രണ്ട് വാല്യൂവിൽ ഏതാണോ ഗ്രേറ്റർ വാല്യൂ അതാണ് നമ്മൾ സിമൻറ്റ് കണ്ടൻറ്റായിട്ട് അഡോപ്റ്റ് ചെയ്യേണ്ടത്. അടുത്ത 9th സ്റ്റെപ്പ് ഡിറ്റർമിനേഷൻ ഓഫ് കോഴ്സ് ആൻഡ് ഫൈൻ അഗ്രിഗേറ്റ്. ഫ്രം ദ ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ആൻഡ് സിമൻറ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് കോൺക്രീറ്റ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് സാൻഡ് ഓൾറെഡി ഡിറ്റർമിൻഡ് ഇൻ സ്റ്റെപ്പ് 6 and 7 കാൽക്കുലേറ്റ് ദി കണ്ടൻറ്റ് ഓഫ് കോഴ്സ് ആൻഡ് ഫൈൻ അഗ്രിഗേറ്റ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ 9ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഫൈൻ അഗ്രിഗേറ്റിൻ്റെയും കോഴ്സ് അഗ്രിഗേറ്റിൻ്റെയും ഡിറ്റർമിനേഷനാണ്. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് വാട്ടറും ക്വാണ്ടിറ്റി ഓഫ് സിമൻറ്റും നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അതിനുള്ള ഇക്വേഷനാണ് V = W + C/SC + 1/P × FA/S(FA) the whole into 1/1000. ഇനി CA കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് 1 - P/P × FA × SCA/SFA. ഇക്വേഷനിൽ V എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് വോളിയം ഓഫ് കോൺക്രീറ്റ് ആണ്, SC സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമൻറ്റ്, W മാസ് ഓഫ് വാട്ടർ പെർ ക്യൂബിക് മീറ്റർ ഓഫ് കോൺക്രീറ്റ്, C മാസ് ഓഫ് സിമൻറ്റ് പെർ ക്യൂബിക് മീറ്റർ ഓഫ് കോൺക്രീറ്റ്, P റേഷ്യോ ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ടു ടോട്ടൽ അഗ്രിഗേറ്റ്, FAയും CAയും ടോട്ടൽ മാസ് ഓഫ് ഫൈൻ ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ്. അടുത്ത് SFAയും SCAയും സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ഇനി 10th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദ കോൺക്രീറ്റ് മിക്സ് പ്രപ്പോർഷൻ ഫോർ ദി ഫസ്റ്റ് ട്രയൽ മിക്സ്. ആദ്യം നമ്മൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പുള്ള ട്രയൽ മിക്സ് ഉണ്ട്. ആ ട്രയൽ മിക്സിന് വേണ്ടി കോൺക്രീറ്റ് മിക്സ് പ്രപ്പോർഷനെല്ലാം ഫിക്സ് ചെയ്യണം. ഇനി അടുത്ത് 11ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പയർ ദി കോൺക്രീറ്റ് യൂസിങ് ദ കാൽക്കുലേറ്റഡ് പ്രപ്പോർഷൻസ് ആൻഡ് കാസ്റ്റ് 3 ക്യൂബ്സ്. നമ്മൾ ഫസ്റ്റ് ട്രയൽ മിക്സിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്ത ആ മിക്സ് പ്രപ്പോർഷൻ എല്ലാം വെച്ചിട്ട് ഒരു 3 ക്യൂബ് നമ്മൾ കാസ്റ്റ് ചെയ്യണം. അതിൻ്റെ സൈസ് 150 mm ആയിരിക്കണം. അതിനെ നമ്മൾ 28 ഡേയ്സിന് ശേഷം സ്ട്രെങ്ത് ചെക്ക് ചെയ്ത് നോക്കുകയും വേണം. ഇനി അടുത്ത് 12ാമത്തെ സ്റ്റെപ്പ് പ്രിപ്പയർ ട്രയൽ മിക്സസ് വിത്ത് സ്യൂട്ടബിൾ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത് എങ്ങനെയാണെന്നനുസരിച്ച് പിന്നെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫൈനൽ മിക്സ് പ്രപ്പോർഷൻ ചെയ്യണം. അപ്പോൾ ഇതാണ് BAS മെത്തേഡിൻ്റെ സ്റ്റെപ്പ്. മൊത്തം 12 സ്റ്റെപ്പുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. മൊഡ്യൂൾ 3യിൽ നിന്നുള്ള അടുത്തൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദി എഫക്റ്റ് ഓഫ് റൈസ് ഹസ്ക് ആഷ് ഓൺ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ്. 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഏപ്രിൽ 2018 ചോദിച്ചതാണ്. അപ്പോൾ റൈസ് ഹസ്ക് ആഷ് എന്താണെന്ന് നോക്കാം. റൈസ് ഹസ്ക് ആഷ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് മിനറൽ അഡ്മിക്സ്ചർ ആണ്. Rice milling industry generates a lot of rice husk during milling of paddy which comes from the fields. അപ്പോൾ റൈസ് ഹസ്ക് എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. യൂസ് ഓഫ് റൈസ് ഹസ്ക്, ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫ്യൂവൽ ഇൻ ദ ബോയിലേഴ്സ് ഫോർ പ്രോസസ്സിങ് ഓഫ് പാഡി, ഫ്യൂവൽ ഫോർ പവർ ജനറേഷൻ. ഇത് രണ്ടിനുമാണ് നമ്മൾ റൈസ് ഹസ്ക് യൂസ് ചെയ്യുന്നത്. ഇനി റൈസ് ഹസ്ക് ആഷ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് ഫോം RH, ഇറ്റ് ഈസ് എബൌട്ട് 25% ബൈ വെയ്റ്റ് ഓഫ് റൈസ് ഹസ്ക് വെൻ ബേൺഡ് ഇൻ ബോയിലേഴ്സ്. ബോയിലേഴ്സിൽ ബേൺ ചെയ്യുന്ന ടോട്ടൽ റൈസ് ഹസ്കിൻ്റെ 25% ബൈ വെയ്റ്റ് ആണ് RH എന്ന് പറയുന്നത്.
about 70 million tons per year of RHA. അപ്പോൾ RHA 70 മില്യൺ ടണ്ണാണ് ഒരു ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻവയോൺമെൻറ്റൽ ഹസാർഡ് അത് ഉദ്ദേശിക്കുന്നത് ഇത് കാരണം എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് ഉണ്ടാകാം. There is high reactivity of pozzolana obtained by controlled calcination of rice husk. ഈ റൈസ് ഹസ്കിനെ നമ്മൾ കാൽസിലേഷന് വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഹൈ റിയാക്ടിവിറ്റി ഉള്ള പോസലോണയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഫീൽഡ് ബേൺഡ് റൈസ് ഹസ്ക് ഈസ് ഓൾമോസ്റ്റ് ക്രിസ്റ്റലൈൻ ഇൻ നേച്ചർ. ഫീൽഡ് ബേൺഡ് ആയിട്ടുള്ള റൈസ് ഹസ്ക് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ നേച്ചറിലാണ് ഉള്ളത്. അത് മേക്സ് എ വീക്ക് പോസലോണ. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോസലോണ വീക്കായിരിക്കും. Thus, to obtain a high degree of pozzolonicity, a good control is needed while burning. അപ്പോൾ ഫീൽഡിൽ ബേൺ ചെയ്യാതെ നമുക്കൊരു ഗുഡ് കൺട്രോളിൽ ബേൺ ചെയ്താൽ മാത്രമേ നല്ല പോസലോണിസിറ്റി ഉള്ള ഒരു റൈസ് ഹസ്ക് കിട്ടുള്ളൂ, റൈസ് ഹസ്ക് ആഷ് കിട്ടുള്ളൂ. RHA usually contains a large amount of unburned carbon which might adversely affect air entrainment. അപ്പോൾ RHAയിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു എലമെൻറ്റാണ് കാർബൺ. അത് നല്ലൊരു ക്വാണ്ടിറ്റിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എയർ എൻട്രെയിൻമെൻറ്റിനെ അതൊരു ബാഡായിട്ടുള്ള രീതിയിൽ അഫക്റ്റ് ചെയ്യും. RHA is a fine material with particle sizes less than 45 micrometer and a surface area of 60,000 meter square per kg. അപ്പോൾ RHA എന്ന് പറയുന്നത് വളരെ ഫൈനായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് വരുന്നത് ലെസ് ദാൻ 45 മൈക്രോമീറ്റർ ആണ്. അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 60,000 മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാമാണ്. ദ പാർട്ടിക്കിൾസ് ആർ ടിപ്പിക്കലി സെല്ലുലാർ. റൈസ് ഹസ്കിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം സെല്ലുലാർ ആയിരിക്കും. എ ഹൈ എമൗണ്ട് ഓഫ് റിയാക്റ്റീവ് സിലിക്ക ഈസ് പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം. അപ്പോൾ RHAയിലും വരുന്ന മറ്റൊരു കോമ്പൗണ്ടാണ് സിലിക്ക. അതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90% ഇതിൽ അടങ്ങിയിട്ടുണ്ടാകും.